നഗരത്തിൽ ഘട്ടം ഘട്ടമായി ഡീസൽ ബസ്സുകൾ കുറച്ചുകൊണ്ടുവരുവാനാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി ഫണ്ടും കിഫ്ബി വഴി ലഭിച്ച പണവുമാണ് ബസ്സുകൾ വാങ്ങാൻ ഉപയോഗിച്ചത്. നഗരത്തിൽ എല്ലായിടത്തും എത്തുന്ന ഈ ബസ്സുകളെ തലസ്ഥാന ജനത ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഗതാഗത വകുപ്പിൽ ആന്റണി രാജ് മാറി KB ഗണേഷ് കുമാർ മന്ത്രിയായതോടെ ഈ ബസ്സുകളുടെ ശനിദശയ്ക്ക് ആരംഭമായി. മന്ത്രിയായി ചാർജ് എടുത്ത അന്ന് തന്നെ ഇലക്ട്രിക് ബസ്സുകളോടുള്ള തന്റെ നിലപാട് KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഈ ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി ഈ ബസ്സുകൾ വാങ്ങില്ലെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഒരു ഈ ബസ് വാങ്ങുന്ന വിലയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു വെച്ചു. പക്ഷേ ഇടതുമുന്നണിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഈ ബസ്സിനെതിരായുള്ള മന്ത്രിയുടെ നിലപാടിനെതിരെ കനത്ത പ്രതിഷേധമുയർന്നതോടെയാണ് ഗണേഷ് കുമാർ നിലപാട് മയപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും മന്ത്രിയുടെ ഈ ബസ് വിരുദ്ധത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ ഓർഡിനറിയായി സർവീസ് നടത്തിയിരുന്ന ഇലക്ട്രിക് ബസ്സുകൾ സിറ്റി ഫാസ്റ്റുകളായി മാറ്റി മിനിമം നിരക്ക് 10 നിന്ന് 12 രൂപയാക്കി. നഗരത്തിലെ ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനുമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഈ ബസ്സുകൾ നൽകുന്നത്. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാണ് ഈ ബസ്സുകൾ ഓർഡിനറിയായി നഗരത്തിൽ സർവീസ് നടത്തി വരുന്നത്. നഗരത്തിന് പുറത്തേക്ക് ഈ ബസ്സുകളുടെ സർവീസ് നീട്ടിയാണ് ഇവയെ സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് നെയ്യാറ്റിൻകര, വെഞ്ഞാറൻമൂട്, ആയിരൂപ്പാറ, പോത്തൻകോട്, വെങ്ങാനൂർ എന്നിവിടങ്ങളിലേക്കാണ് ഈ ബസ്സുകൾ ഫാസ്റ്റായി ഓടുന്നത്. 10, 12, 15 എന്നിങ്ങനെയാണ് ഓർഡിനറി നിരക്കെങ്കിൽ 12, 15, 18 എന്നിങ്ങനെയാണ് സിറ്റി ഫാസ്റ്റിൽ ഈടാക്കുന്നത്. മിനിമം ചാർജ് വർദ്ധിപ്പിക്കാതെ തന്നെ യാത്രക്കാരിൽ നിന്നും കൂടുതൽ തുക ഈടാക്കാമെന്ന സൗകര്യവും സിറ്റി ഫാസ്റ്റിലൂടെ ലഭിക്കുന്നു. സിറ്റി സർക്കുലറായി ഓടുന്ന 8 സർക്കിളിൽ നിന്ന് 2 ബസ് വീതം പിൻവലിച്ചാണ് പുതിയ പരിഷ്കാരം. ആദ്യഘട്ടം എന്ന നിലയിൽ 16 ബസ്സുകളെയാണ് സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയത്. മൊത്തം 113 ഈ ബസ്സുകൾ നഗരത്തിൽ ഓടുന്നുണ്ട്. ക്രമേണ എല്ലാ ഈ ബസ്സുകളും സിറ്റി ഫാസ്റ്റാക്കി വരുമാനം വർദ്ധിപ്പിക്കാനാണ് നീക്കം. നഗരത്തിൽ എവിടേക്കും യാത്ര ചെയ്യാൻ 10 രൂപ എന്നതാണ് സിറ്റി സർക്കുലർ ബസ്സുകൾ ജനപ്രിയമാകാൻ കാരണം. നഗരയാത്രയ്ക്ക് ഈ ബസ്സുകളെ ജനങ്ങൾ കൂടുതലായി ആശ്രയിച്ചു തുടങ്ങിയതോടെ തിരിച്ചടി നേരിട്ടത് സ്വകാര്യ ബസ്സുകൾക്കാണ്. 103 സ്വകാര്യ ബസ്സുകൾ നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ ഈ ബസ്സുകൾ സർവീസ് ആരംഭിച്ചതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകളുടെ ഉടമകൾ പ്രതിഷേധത്തിലുമാണ്. സ്വകാര്യ ബസ് ഉടമകളെ സന്തോഷിപ്പിക്കാനാണ് നഗരത്തിൽ സർവീസ് നടത്തുന്ന ഈ ബസ്സുകളെ പിൻവലിച്ച് നഗരപ്രാന്ത പ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതെന്നാണ് യാത്രക്കാരുടെ ആരോപണം. നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഈ ബസ്സുകൾ KSRTCക്ക് ലഭ്യമാക്കിയത്.